പരിശോധന പ്രഹസനം, ഭക്ഷ്യസുരക്ഷയിൽ ആശങ്ക. പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തയ്യാറാവണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ഭക്ഷ്യസുരക്ഷാ പരിശോധന പ്രഹസനമാകുന്നതായും പരാതിയുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരോധിച്ചിട്ടും ഇതേ രീതിയിൽ വിൽപ്പനക്കായി നിരവധി ഭക്ഷ്യവസ്തുക്കൾ ഹോട്ടലുകളിലും ബേക്കറികളിലും ചില സ്റ്റേഷനറി ഷോപ്പുകളിലും വ്യാപകമായി കച്ചവടം ചെയ്യുന്നുണ്ട്. ആലുവ ടൗണിൽ നിന്നും 3 ഹോട്ടലുകളിൽ നിന്നുമായി പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. ആലുവ നഗരസഭയുടെ ആരോഗ്യ വിഭാഗമാണ് വിവിധ ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തിയത്. സാധാരണ ഹോട്ടലുകളെക്കാൾ ഗുണനിലവാരം അവകാശപ്പെട്ട് കൂടുതൽ നിരക്ക് ഈടാക്കുന്ന 3 ഹോട്ടലുകളിൽ നിന്നുമായി പഴകിയ മീൻ വറുത്തതും കൂടാതെ പഴകിയ ചിക്കനും പിടിച്ചെടുത്തു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ചത്തമൃഗങ്ങളുടെയും കോഴിയുടെയും ഇറച്ചിവില കുറച്ചു വാങ്ങി ചില ഹോട്ടലുകൾ ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപവുമുണ്ട്. തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിർമ്മിച്ച ഭക്ഷ്യവസ്തുക്കൾ വ്യാപകമായി ടൗണുകളിലും നാട്ടിൻപുറങ്ങളിലടക്കം വിൽപ്പന നടത്തുമ്പോൾ ഇതും പരിശോധിക്കേണ്ടവർ മൗനം നടിക്കുകയാണ്. ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ വിൽപ്പന നടത്താൻ മാത്രം ചില ടൗണുകളിൽ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള കോൾട്ടാർ ചായങ്ങളും പഞ്ചസാരക്ക് പകരം മാരക രോഗങ്ങൾ വരുത്തുന്ന സാക്രിൻ പോലുള്ള രാസവസ്തുക്കൾ ചേർത്താണ് ഇവ നിർമ്മിക്കുന്നത്. എന്നാൽ ഇവ പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ സംവിധാനമൊരുക്കാതെയും ഗുണമേന്മ ഉറപ്പാക്കാത്ത വകുപ്പിന്റെ പോരായ്മയായി ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്നും മോശഭക്ഷണം ആവർത്തിച്ച് പിടികൂടിയ ലൈസൻസ് റദ്ദാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഉൽപ്പന്നങ്ങൾ കച്ചവടം നടത്തുന്നവർക്കെതിരെ നടപടി കൈക്കൊള്ളാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പും ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ന്യൂസ് 95 ആലുവ.